ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ തയ്ച്ചിരിക്കുന്ന 2 നൈറ്റീസാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇത് കണ്ടല്ലോ, ഒന്ന് ഇതാണ് ഫ്രില്ലൊക്കെ വെച്ചിരിക്കുന്ന, അടിയിൽ ഇതുപോലെ തന്നെ ചെയ്തിരിക്കുന്ന പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് 2 എണ്ണം. പിന്നെ എലാസ്റ്റിക് സ്ലീവും പഫ് സ്ലീവും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നതാണ് 2 എണ്ണം. ഇത് കണ്ടല്ലോ, ഇതുപോലത്തെ ഇത് കണ്ടോ, എലാസ്റ്റിക്കിൻ്റെ പഫ് സ്ലീവാണ്. പിന്നെ നമുക്കിതിൽ ഈ ഒരു നൈറ്റിക്ക് എന്ന് പറയുമ്പോൾ സ്ലീവ് ലെങ്ത്ത് വളരെ കുറവായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനത്തെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ, അതെ അടിയിൽ പ്ലീറ്റ് വരുന്ന ഇതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു തയ്ച്ചത്. ഇത് കണ്ടല്ലോ, അതെ നന്നായിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഇടാം, പ്രായമായവർക്കും ഇടാം, ചെറുപ്പക്കാർക്കും ഇടാം, കുട്ടികൾക്കും ഇടാം. അപ്പം അല്ലേ നമുക്ക് സംഭവം ചൂടുകാലത്തൊക്കെ നമുക്ക് ഈ ഫുൾ നൈറ്റി ഇടാതിരിക്കണമെന്നല്ല. ഇതുപോലത്തെ നൈറ്റീസാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചൂടുകാലത്തൊക്കെ നല്ലത്. ഇപ്പോൾ അടിയിൽ നിറച്ച് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ കണ്ടല്ലോ, നെക്കിലും ഫ്രില്ലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഫ് സ്ലീവാണ്, പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അടുത്ത ഞാൻ ഇതാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഒരാൾക്ക്, എൻ്റെ ഫ്രണ്ടിന് തന്നെയാണ് കേട്ടോ, ഒരാൾക്ക് തന്നെയാണ്. അപ്പോൾ അത് ഇതും കണ്ടല്ലോ, നെക്കിൽ ഫ്രില്ല് വെച്ച്, അടിയിലും ഫ്രില്ല് വെച്ച്, അതുപോലെ തന്നെ ഇലാസ്റ്റിക്കും ഇതും. അപ്പോൾ ഇത് അളവ് ഞാൻ പറഞ്ഞുതരാവേ. ഇത് കണ്ടത് എലാസ്റ്റിക് വെച്ചിട്ടുണ്ട് ഉള്ളിൽ കണ്ടോ. നല്ലോണം അത്യാവശ്യം ആവശ്യം നമുക്ക് വണ്ണത്തിനനുസരിച്ചിട്ട് കൈവണ്ണമൊക്കെ കൂടുതലുണ്ടെങ്കിൽ, ഇനി കൂടുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ആ രീതിയിൽ അത് അഡ്ജസ്റ്റായി നിൽക്കും. അതുപോലെ തന്നെ നെക്കിലും ഫ്രില്ലുണ്ട്. ഇതിൻ്റെ നെക്കിൽ ഇത് കണ്ടല്ലോ, അത് നെക്കിലല്ല, ഇതിൻ്റെ അടിയിലുണ്ട്. അടിയിൽ നിറച്ച് ഫ്രില്ലാണ്. മറ്റേതിനെക്കാളും കൂടുതൽ കുറച്ചുകൂടി ഫ്രില്ല് ഇതിൽ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് 46 ഇഞ്ചാണ് ബോഡിയുടെ അളവ്. അതുപോലെ തന്നെ ലെങ്ത്ത് 47 ഇഞ്ചിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുർത്തിയുടെ ലെവൽ തന്നെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ 23, ബാക്കിൽ 23. അപ്പോൾ ടോട്ടൽ ഇതിപ്പോൾ നല്ല വശം വെച്ചിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 23, 46 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത്. ഓക്കെ, അത് കണ്ടോ, 23, 46 ഇഞ്ച് വരും. ബാക്കിലും കൂടി ആകുമ്പോൾ 46 വരും. ഇനി ടോട്ടൽ ലെങ്ത്ത് നമ്മൾ തയ്യൽ തുമ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഉള്ള ലെങ്ത്ത് പറയുന്നത് 47 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. 47 ഇഞ്ച്. അപ്പോൾ ഇത് കണ്ടല്ലോ, അതെ 47 ഇഞ്ചാണ് നമുക്കതിൽ ലെങ്ത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു നൈറ്റിയുടെ അളവ്. ഇനി അതുപോലെ തന്നെ മറ്റേ നൈറ്റിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറയാൻ പറ്റില്ല, ഫ്രില്ലും കാര്യങ്ങളെല്ലാം വന്നിട്ട് അടിയിലൊക്കെ നിറച്ച് ഫ്രില്ലുണ്ട്. അതൊന്ന് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് നോക്കൂ. കണ്ടോ, അതെ നിറയെ ഫ്രില്ലെല്ലാം ഇത്തിരി നമ്മളിപ്പോൾ റെഡിമെയ്ഡിലൊക്കെ കാണുമ്പോൾ ഒരു ഇത്തിരി ഫ്രില്ലൊക്കെ, പക്ഷേ ഇത് അങ്ങനെയല്ല. നമ്മളൊരാൾക്ക് നമ്മുടെയൊക്കെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് അവരുടെ ഫ്രണ്ട്സ് കാണുമ്പോൾ ഇത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇത് നോക്കിക്കുക. അടുത്ത ഇതാണ്. അടുത്തത് നോക്കിക്കത് കണ്ടോ, അതെ ഇതാണ് അടുത്തത്. ഇതും അതേപോലെ തന്നെ സെയിം അളവ് തന്നെയാണ്. ചെസ്റ്റ് റൗണ്ട് 46, ഇതിൻ്റെ ലെങ്ത്ത് 47 ഇഞ്ച് കേട്ടോ. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് മെഷർമെൻറ്റ് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഒട്ടും നമ്മളൊക്കെ ഒരാൾക്ക് നമ്മൾ ആർക്കാണെങ്കിലും, ഇപ്പോൾ ഫ്രണ്ട്സിനാണെങ്കിൽ റിലേറ്റീവ്സിനാണെങ്കിൽ ആർക്ക് കൊടുക്കുകയാണെങ്കിൽ തയ്ച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തുണിക്ക് ചുളിവില്ലാതെ ഡാമേജ് ഇല്ലാതെ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നോക്കിക്കോളൂ. 23 ഫ്രണ്ടിലും 23 ബാക്കിലും ആകുമ്പോൾ 46 ഇഞ്ച് വരുന്നത്. ഈ 23 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മേളിൽ നമുക്ക് ലെങ്ത്ത് 47 ഇഞ്ച്. ഓക്കെ, മേളിൽ താഴത്തേക്ക്. അപ്പോൾ എന്താണ് ഈ ഒരു നൈറ്റി എന്താണെങ്കിലും ഇപ്പോൾ ഒരു വീട്ടിലൊരു ഗസ്റ്റ് വരുന്ന സമയത്താണെങ്കിൽ ഇടാൻ നൈറ്റി നമുക്ക് തോന്നത്തില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ചൂട് കൂടുതൽ. അപ്പോൾ ഈ അടി വരെ നിലമുട്ടുന്ന വരെയുള്ള ഇത് 47 ഇഞ്ച് ലെങ്ത്ത്, അത്രയുള്ള ഇതിൻ്റെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്രയും ലെങ്ത്തിൽ തന്നെ ഇത് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കണ്ടല്ലോ, നിറച്ച് അത്യാവശ്യം നല്ല ഫ്രില്ലുണ്ട് സംഭവം. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്